അമേരിക്കൻ ചാരസംഘടനയായ CIA വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യമായ ഒരു സാങ്കേതിക വിദ്യയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗോസ്റ്റ് മർമർ. കേൾക്കുമ്പോൾ തന്നെ ഒരു നിഗൂഢത തോന്നുന്ന ഈ പേര് ഇന്ന് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇറാനിലെ വിജനമായ മലനിരകളിൽ തകർന്നു വീണ US എയർമാനെ ഈ ഉപകരണം വഴി കണ്ടെത്തിയത്? നമുക്ക് ഈ ക്വാണ്ടം നിഗൂഢതയിലേക്ക് കടക്കാം. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ അമേരിക്കൻ സംഘർഷത്തിനിടയിൽ പെർഷ്യൻ അതിർത്തിയിൽ വെച്ച് ഒരു US F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ ഉടൻ തന്നെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ഓഫീസറായ വെപ്പൺ സിസ്റ്റംസ് ഓഫീസർ WSO മലനിരകളിൽ കാണാതെയായിരുന്നു. ഇറാൻ സമയം അദ്ദേഹത്തിനായി വൻ തിരച്ചിൽ നടത്തുന്ന സമയം. ജീവനോടെ പിടികൂടിയാൽ അമേരിക്കയ്ക്ക് മേൽ വലിയൊരു നയതന്ത്ര വിജയം നേടാമെന്ന് ഇറാൻ കണക്കുകൂട്ടി. എന്നാൽ 2 ദിവസം ഇദ്ദേഹം ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. കൈവശമുണ്ടായിരുന്ന എമർജൻസി ബീക്കണുകൾ ശത്രുക്കൾക്ക് ലൊക്കേഷൻ കാട്ടിക്കൊടുക്കുമെന്ന ഭയത്താൽ അദ്ദേഹം ഓഫ് ചെയ്തിരുന്നു. അവിടെയാണ് CIA ഈ അത്ഭുത ആയുധം രംഗപ്രവേശം ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കുമ്പോൾ സെൻസറുകൾ നമ്മുടെ നെഞ്ചിൽ നേരിട്ട് ഘടിപ്പിക്കാറുണ്ട്. ഹൃദയം തുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അളക്കാനാണിത്. എന്നാൽ CIA ഈ ഉപകരണം 40 മൈൽ, അതായത് ഏകദേശം 65 കിലോമീറ്റർ അകലെ നിന്നും ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിയും. ക്വാണ്ടം മാഗ്നറ്റോമെട്രി എന്ന ശാസ്ത്രശാഖയാണ് ഇതിന്റെ അടിസ്ഥാനം. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലെ കാന്തിക വലയത്തിലെ അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന സെൻസറുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയം ഓരോ തവണ തുടിക്കുമ്പോഴും വളരെ ചെറിയൊരു കാന്തിക തരംഗം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ തരംഗത്തിന്റെ സവിശേഷമായ സിഗ്നേച്ചർ വേർതിരിച്ചെടുക്കാൻ ഗോസ്റ്റ് മർമറിന് സാധിക്കും. സിന്തറ്റിക് ഡയമണ്ട്സ്, അതായത് ഈ കൃത്രിമ വജ്രങ്ങളിൽ ഉണ്ടാക്കുന്ന സൂക്ഷ്മമായ അറ്റോമിക് മാറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സെൻസറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യം ഉയരാം. ഒരു വലിയ മലനിരയിലോ മരുഭൂമിയിലോ ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് മാത്രം വേർതിരിച്ചെടുക്കുക എന്നത് അസാധ്യമല്ലേ എന്ന്. കാരണം കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, മൃഗങ്ങളുടെ ഹൃദയമിടിപ്പ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ, ഇങ്ങനെ ഒട്ടേറെ നോയ്സസ്, തടസ്സങ്ങൾ ഉണ്ടാകും. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI അതിന്റെ മാജിക് കാണിക്കുന്നത്. ലഭിക്കുന്ന ആയിരക്കണക്കിന് ഡേറ്റകളിൽ നിന്നും മനുഷ്യ ഹൃദയത്തിന്റെ കൃത്യമായ താളം, ആ ഒരു റിതം തിരിച്ചറിയാൻ CIA സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് സാധിച്ചു. ഓരോ മനുഷ്യന്റെ ഹൃദയമിടിപ്പിനും ഒരു ഫിംഗർ പ്രിന്റ് പോലെ പ്രത്യേകതയുണ്ട്. മുൻപ് CIA ശേഖരിച്ച സൈനികരുടെ ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ച് ഇത് ഒത്തുനോക്കി. മലനിരകളിൽ ഒളിച്ചിരിക്കുന്നത് തങ്ങളുടെ ആൾ തന്നെയാണ് എന്ന് അമേരിക്ക ഉറപ്പിച്ചു. ഇറാൻ സൈന്യം മലനിരകൾ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന അമേരിക്കൻ സൈനികന്റെ ജീവൻ അപകടത്തിലായ നിമിഷം. പക്ഷേ ഗോസ്റ്റ് മർമർ നൽകിയ കൃത്യമായ ലൊക്കേഷൻ മാപ്പ് ഉപയോഗിച്ച് US സ്പെഷ്യൽ ഫോഴ്സ് ഒരു റെസ്ക്യൂ പ്ലാൻ തയ്യാറാക്കി. അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ, ഹൃദയമിടിപ്പ് എത്രയാണ്, അദ്ദേഹം പരിഭ്രാന്തനാണോ എന്നതുപോലും തത്സമയം നിരീക്ഷിക്കാൻ കമാൻഡോകൾക്ക് കഴിഞ്ഞു. തുടർന്ന് നടന്ന മിന്നൽ നീക്കത്തിലൂടെ അമേരിക്കൻ പൈലറ്റിനെ സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്തു. ഇറാൻ സൈന്യം അവിടെ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ കമാൻഡോകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് ലോകം ഗോസ്റ്റ് മർമറിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഏപ്രിൽ 8 പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് ഈ വിജയത്തെ തന്റെ മാക്സിമം പ്രഷർ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. ഞങ്ങളുടെ വീരപുത്രന്മാരെ കണ്ടെത്താൻ അദൃശ്യമായ കണ്ണുകൾ ഞങ്ങൾക്കുണ്ട് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ ഇതിനെതിരെ ഇറാനും റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ഡിജിറ്റൽ അധിനിവേശം എന്നാണ് വിളിച്ചത്. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം CIA ഈ സാങ്കേതികവിദ്യ കൂടുതൽ ഡ്രോണുകളിലും സാറ്റലൈറ്റുകളിലും ഘടിപ്പിക്കാൻ പോവുകയാണ്. അതായത് ശത്രുരാജ്യത്തെ ഒളിത്താവളങ്ങളിൽ കഴിയുന്ന ഭീകരവാദികളെ കണ്ടെത്താൻ ഇനി ക്യാമറയുടെ ആവശ്യം പോലും വരില്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ടെക്നോളജി സൈനികർക്ക് ഗുണകരമാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊരു ഭീഷണിയാണോ? എവിടെയും ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണിത്. നിങ്ങളുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിലായാലും ഭൂമിക്ക് അടിയിലായാലും നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ CIAക്ക് നിങ്ങളെ കാണാൻ സാധിക്കും. ഇത് പ്രിവസിയുടെ, അതായത് സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ് എന്ന് ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ക്വാണ്ടം സെൻസറുകൾ വഴി ലോകത്തിലെ ഓരോ മനുഷ്യനെയും 24 മണിക്കൂറും നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്ന ഒരു കാലം വിദൂരമല്ല. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഇത്തരം ക്വാണ്ടം വാർഫെയർ വികസിപ്പിക്കുകയാണ് ലോകശക്തികൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.